ഇത്തവണ തന്റെ വിജയം ഉറപ്പാക്കണമെങ്കിൽ ആ രാജു കൂടെ വേണം. അവൻ മിടുക്കനാ. അവനെ എന്നേക്കാൾ നന്നായി തനിക്കറിയാലോ. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ ഇഷ്യൂസും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്താതെ രാജുവിനെ മടക്കിക്കൊണ്ടുവരണം. തനിക്കറിയാലോ, രാഷ്ട്രീയത്തിൽ നമ്മൾ വീണാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയില്ല. കൂടെ നിൽക്കുന്നവരും ചിരിച്ചു കാണിക്കുന്നവരും നമ്മളെ എഴുന്നേക്കാൻ സമ്മതിക്കാതെ നമ്മുടെ ഉടലിന് മുകളിൽ ചവിട്ടി നിന്ന് സ്ഥാനമുറപ്പിക്കാൻ ശ്രമിക്കും. സാർ എന്താ ഈ പറയുന്നേ? പ്രതാപനെ ജയിപ്പിക്കാൻ വേണ്ടി ആ രാജുവിനെ വീണ്ടും കൊണ്ടുവരണമെന്നോ? ആ രാജു നമ്മുടെ കുടുംബത്തിന് വരുത്തി വെച്ച അപമാനം എത്ര ജന്മം കഴിഞ്ഞാലും മായില്ല. രാജുവിന്റെ സഹായം കൊണ്ട് പ്രതാപൻ ജയിക്കണ്ട. പ്രതാപനെ ജയിപ്പിക്കാൻ എന്റെ മോൻ ദീപക്കുണ്ട്. രാജുവിന്റെ ഒരു സഹായവും നമുക്കിനി വേണ്ട. അംബികെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പ്രതാപന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഇമേജ് നഷ്ടപ്പെടാൻ കാരണം സ്വന്തം പാർട്ടിക്കാരോ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരോ അല്ല. ദാ ഈ നിൽക്കുന്ന ദീപക്കാണ്. അതുകൊണ്ട് ഇത്തവണ വർമ്മയുടെ വിജയം ഉറപ്പാക്കണമെങ്കിൽ രാജു വർമ്മയോടൊപ്പം ഉണ്ടായേ പറ്റൂ. സാറ് പറഞ്ഞത് ശരി. രാജു കൂടെയില്ലെങ്കിൽ നമുക്ക് വിജയസാധ്യത കുറവാ.